ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾ ഇക്കാൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇന്നലെ തന്നെ പോന്നു, പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ പോന്നു. എല്ലാ പ്രാവശ്യവും പെരുന്നാൾ ഇങ്ങനെ ഇവിടെ തന്നെയാണ് കേട്ടോ ഒരുമിച്ച് കൂടാറുള്ളത്. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ആഘോഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് തന്നെ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പണ്ടത്തെ ആ പെരുന്നാളിൻ്റെ പൊലിവൊന്നും ഇപ്പം കിട്ടുന്നില്ല. പുത്തൻ ഉടുപ്പിൻ്റെ മണവും പുതിയ വളകളും മാലയും നല്ല ചുവന്ന മൈലാഞ്ചിക്കൈകളും സഹോദരങ്ങളും ഒത്തുള്ള ആ പെരുന്നാൾ എത്ര സന്തോഷകരമായിരുന്നു. ആ ചെറുപ്പത്തിലെ പെരുന്നാളിൻ്റെ ഫീലൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഒരു പക്ഷേ ഞാനിപ്പോൾ ആ കുട്ടിയിൽ നിന്ന് മാറിയ ഒരു വീട്ടമ്മ എന്ന പദവി കിട്ടിയത് കൊണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ രാവിലെ തന്നെ അവർ പള്ളിക്ക് പോവാണ് പെരുന്നാൾ നിസ്കരിക്കാനായിട്ട്. അപ്പോൾ ഇക്കാക്കയും പിള്ളേരും പോകുന്നത്, അതിൻ്റെ പിന്നാലെ ഇക്കാൻ്റെ ചേട്ടനും മോനും ബൈക്കുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പള്ളിക്കൊക്കെ പോയി. അവർ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും താത്തയും അടുക്കളയിൽ കയറി. താത്ത എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അതേ താത്ത താറാവ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ അത് ബീഫാണ് കേട്ടോ. പിന്നെ അവർ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ചായ കുടിച്ചു എല്ലാവരും കൂടി. പുട്ടും പഴവും ബീഫും ആയിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണം. അപ്പോൾ അതെല്ലാവരും കഴിച്ചു. അപ്പോൾ എല്ലാവരും രാവിലത്തെ ചായ ഇടുകയും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പായസം ഉണ്ടാക്കണം കേട്ടോ. സൂചി ഗോതമ്പിൻ്റെ പായസമാണ്. അതിൻ്റെ ഇടയ്ക്കതേ ബീഫൊക്കെ നല്ല റോസ്റ്റായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ താത്താൻ്റെ സ്പെഷ്യൽ സൂചി ഗോതമ്പിൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. മോള് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെ കഴിക്കാനുള്ള ചിക്കനൊക്കെ വറുക്കാനിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ ഫുഡ്. വെറും ചോറ്, ബീഫ്, മോരുകറി, താറാവ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, കായം പയറുപ്പേരി, ഇഞ്ചമ്പുളി അച്ചാർ, പപ്പടം, അങ്ങനെ വാഴയിലയിലാണ് കേട്ടോ ചോറൊക്കെ കഴിക്കുന്നത്. പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് നല്ല ആഘോഷമാക്കി. എങ്ങനെയുണ്ട്? താറാവുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ഇഞ്ചമ്പുളിയുണ്ട്, പപ്പടമുണ്ട്, കായ പയർ വരട്ടിയുണ്ട്, മാങ്ങച്ചാറുണ്ട്, പിന്നെ സേമിയ പായസം, സൂചി ഗോതമ്പ്, പിന്നെ മോരുകറിയുണ്ട്. എങ്ങടാ പോണേ? ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ പിള്ളേർക്ക് എവിടുന്ന പൈസ? മൂത്താപ്പ പെരുന്നാ പൈസ തന്ന. കുഞ്ഞാ തല താത്തി. അങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിയാ. നിങ്ങളെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്?
വെച്ചൊടുക്കടാ മേശപ്പൂട് കഴിഞ്ഞ് അതൊക്കെ കഴിയല്ലേ വേടക്ക് ആ സാധനം മാറ്റി അവിടെ ഇട്ടിട്ടില്ല അത് തെളിച്ചിട്ടുണ്ട് അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവരും പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ ആയി. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ചേട്ടൻ്റെ മോളും മരുമോനും പിന്നെ ഇക്കാൻ്റെ പെങ്ങളും അളിയനും മോളും എല്ലാവരും വന്ന് എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ട് വീഡിയോ പിടിക്കണ്ടേ ഇവിടെ അങ്ങോട്ട് വീഴണ്ടാട്ടാ. ഇത് കാർ പോർച്ചിൽ ഇട്ടിട്ട് അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നാളെ സ്കൂളുണ്ട്. അപ്പോൾ രാത്രി തന്നെ പോരായിട്ടാ. അപ്പോൾ അതേ നമ്മൾ പെരുന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ വന്നില്ല.